നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിക്കരയെത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം ഇവിടൊളിയമ്പും കുതികാലും മാത്രം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം മലയാളി എന്നും ഗമയുടെ കോലം ഏഷണിശീലം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം വിദേശം വിചിത്രം. വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000-ലധികം സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. SilverVideoUSA.com. For Malayalam movies, DVDs, and Blu-rays, visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദൃശ്യ ശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. ഹായ് ഡാഡി. ഹായ് മോളെ. ഡാഡി, എനിക്കൊരു സെൽഫോൺ വാങ്ങിത്തരാവോ? എന്തിനാ മോളെ ഇപ്പൊ സെൽഫോൺ? ഡാഡി, എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഫോണുണ്ട്, എനിക്ക് മാത്രമില്ല. കോളേജ് പോകുമ്പോ ഒരെണ്ണം വാങ്ങിത്തരാം മോളെ. പോരാ, ഇപ്പൊ വാങ്ങിയാലെന്താ? എന്റെ മോളെ, ഡാഡി കോളേജ് പഠിച്ചപ്പോ പോലും ഡാഡിക്കൊരു സെൽഫോൺ ഇല്ലായിരുന്നു. ആഹാ, അതിന് അന്ന് സെൽഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ. ശരി, അടുത്ത കൊല്ലം വാങ്ങിത്തരാന്നേ. എന്താ പോരെ? പോരാ, ഇപ്പൊ വാങ്ങിത്തന്നാലെന്താ? കൈ കാശില്ലാഞ്ഞിട്ടാ? കൈ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല മോളെ. എന്തിനാ വെറുതെ നമ്മൾ ഈ കാശ് ചെലവാക്കുന്നത്? വെറുതെ കളയാന്നല്ലോ, എനിക്കൊരു സെൽഫോൺ വാങ്ങിത്തരാനായിട്ടല്ലേ. അപ്പൊ എന്നാ വാങ്ങുന്നേ? അടുത്ത കൊല്ലം വാങ്ങിത്തരാം. നോ, നാളെ വാങ്ങണം. ഞാനൊരു സെൽഫോൺ കണ്ടുവച്ചിട്ടുണ്ട്, ഐഫോൺ. അത് ഐഫോണോ? ഒരു രക്ഷയില്ല മോളെ. മോക്ക് ഐഫോണും സ്മാർട്ട് ഫോണും ഒന്നും ഞാൻ വാങ്ങി തരികയല്ല. ഇത്ര നിർബന്ധമാണെങ്കിലേ നാളെ ഒരു സാധാരണ ഫോൺ ഞാൻ വാങ്ങിത്തരാം പോലെ. ഓക്കെ ഓക്കെ. പിന്നെ എന്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ അടുത്ത ആഴ്ച, അത് കാരണം പ്രസന്റ് കൊടുക്കാനായിട്ട് എനിക്ക് $25 വേണം. എന്റെ മോളെ, മോക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ പ്രസന്റ് കൊടുക്കുന്നത്? ഡാഡി, അവൾ എന്റെ ബർത്ത്ഡേക്ക് പ്രസന്റ് വാങ്ങി തന്നു, അതുകൊണ്ട് എനിക്കും കൊടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യും, $10 എന്തെങ്കിലും സാധനം വാങ്ങി അവക്ക് കൊടുക്കും. അതെ, $10 പ്രസന്റും പിന്നെ ബാക്കി എനിക്ക് ഹോട്ടലിൽ പോയി കഴിക്കാനും. $15 ഹോട്ടലിൽ പോയി കഴിക്കാനോ? എന്റെ മോളെ, മക്ഡൊണാൾഡ്സിൽ പോയി കഴിച്ചാൽ $5 ഭക്ഷണം കഴിക്കരുതോ? ഓ ഡാഡി, വെറുതെ അല്ല ഡാഡിനല്ല പിശുക്കും കറിയാന്ന് വിളിക്കുന്നത്. പിന്നെ മോളും മോടെ അമ്മയും മാത്രമേ എന്നെ പിശുക്കാന്ന് വിളിക്കുള്ളൂ. ഓക്കെ ഓക്കെ, അന്ന് എനിക്ക് $20 താ. $20? മോക്കും അമ്മയ്ക്കും എപ്പോഴും പൈസ ചെലവാക്കണമെന്നുള്ള കാര്യമുള്ളൂ. ഇന്ന $20 ഉണ്ട്, സൂക്ഷിച്ചു വെച്ചോണം കേട്ടോ, കളയരുത്. വെറുതെ ഒന്നും വേണ്ട, ഇതും ഈ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടോ. എന്നിട്ട് എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോ ഞാൻ പലിശ സഹിതം തിരിച്ചു തന്നേക്കാം.
മോളെന്തോ ഡാഡിയോട് വഴക്കടിക്കുന്നത്? എന്റെ മമ്മി, ഞാനൊരു $20 ചോദിച്ചതിന് ബഹള ഇപ്പൊ കേട്ടത്. എന്നിട്ട് കിട്ടിയോ? തൊണ്ടയിലെ വെള്ളം പറ്റിയെങ്കിൽ അവസാനം കിട്ടി, ലോണായിട്ടാ. ഇനി ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കണം. ആർക്കറിയാം എത്രയാ ഇനി ഇൻട്രസ്റ്റ് ഈടാക്കുന്നതെന്ന്. എടി വത്സമ്മേ, നീ എത്ര നേരം അടി കുളിക്കുന്നത്? നീ കുളി കഴിയുമ്പോഴത്തേക്ക് ചൂടുവെള്ളം മുഴുവൻ തീരും. എനിക്ക് ഇത്ര നല്ലതായിട്ട് കുളിക്കണം. അല്ല, വേണ്ടാന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ കുളിക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത്രയും നാളും കുളിച്ച പോലൊക്കെ ഇനി ഞാൻ കുളിച്ചാ മതി. എടി, നീ ഇതൊന്ന് കേക്കടി. സോപ്പ് തേക്കാൻ വേണ്ടി ദേഹത്ത് വെള്ളം ഒഴിക്കണേ. അതിന് ഒരു 15 സെക്കൻഡ് വെള്ളം ഓൺ ചെയ്യുക. അത് കഴിഞ്ഞ് തേച്ച സോപ്പ് കഴുകിക്കളയാൻ വേണ്ടി ഒരു 45 സെക്കൻഡ്. എല്ലാം കൂടെ 1 മിനിറ്റ് വെള്ളം ഓൺ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ഞാൻ കുളിക്കുന്നതിന്റെ സമയം നോക്കിയിരിക്കുവായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ തൊട്ട് നിങ്ങൾ തന്നെ ഞാൻ കുളിപ്പീരെ. എടി, വെള്ളം ഒത്തിരി വേസ്റ്റ് ആകുന്നല്ലേ ഞാൻ പറഞ്ഞത്. $125 ആയിരുന്നു കഴിഞ്ഞ മാസത്തെ വെള്ളത്തിന്റെ ബില്ല്. 125 ഗുണം 50 എത്ര രൂപയാണെന്നറിയാമോ? നിങ്ങൾ കുറെ നാളായി ഡോളറിനെ 50 കൊണ്ട് ഗുണിക്കുന്നു. എന്റെ ശമ്പളത്തെ മാത്രം ഗുണിച്ചു കണ്ടിട്ടില്ല. എന്താ ഗുണിക്കാത്തത്? വെള്ളത്തിന്റെ ബില്ല് 125. അല്ല, സാധാരണ മാസം $65 വെച്ചാണല്ലോ വെള്ളത്തിന് കൊടുക്കാറുള്ളത്. $60 കൃഷി നനയ്ക്കാനും പുല്ല് നനയ്ക്കാനും. 6 ഗുണം 60 $360. ആകെ കൃഷി ചെയ്താൽ കിട്ടുന്നത് $50 പച്ചക്കറിയാണ്. ഇത് ശരിയാകില്ല, ഇത് ശരിയാകില്ല. $450 ഇലക്ട്രിസിറ്റി ബില്ലോ. 450 ഗുണം 50 27,500 രൂപ. അതെങ്ങനെയാ? രാവിലെ TV ഓൺ ചെയ്ത ഒരു നേരത്തല്ലേ ഓഫ് ചെയ്യുന്നത്? ലൈറ്റ് വേണേലും വേണ്ടേലും ഓൺ ചെയ്ത് കിടക്കും. AC അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് 2 പുറത്തുമ്പോഴത്തേലെ ഓരോരുത്തർ കിടന്ന് ഉറങ്ങുന്ന തണുത്തിട്ട്. എന്നാലും കുറച്ച് വെക്കുന്ന പരിപാടിയില്ല. കാശ് മുഴുവൻ വെറുതെ കളയുക. ആരാ വിളിച്ചത്? ആന്റണി. വെറുതെ വിളിച്ചതാണോ? ഞാൻ ചോദിച്ചില്ല. എന്തുവാ ഇത്? കുറെ നേരമായല്ലോ കണക്കെടുത്ത് തുടങ്ങിയിട്ട്. ഞാൻ കണക്കെഴുതുന്നതിന്റെ കുറ്റം. $450 ഇലക്ട്രിസിറ്റി ബില്ല്. നമുക്ക് മാത്രമല്ല, സമ്മർ ആയാൽ എല്ലാവർക്കും 400 500 ഒക്കെയാ ബില്ല് വരുന്നത്. AC ഇച്ചിരി കുറച്ചിട്ട് കൂടെ. തുണി കഴിയുമ്പോഴേ ഫുള്ളോടായിട്ട് കഴിയാൻ മതി. തുണി ഉണക്കാനായിട്ട് ഡ്രയറൊന്നും ഉപയോഗിക്കാതെ വെളിയിലിട്ട് ഉണക്കിയാൽ മതി. അങ്ങനെയാ പൈസ സേവ് ചെയ്യുന്നത്. ബെല്ലടിക്കുന്നു. ആന്റണിയോ, കയറി വാ. വീട്ടുകാരോട് പോയി? എന്റെ ആന്റണി, പുള്ളി കുറെ നേരമായി കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട്. അത് പുള്ളിയല്ലോ, മറുകല്ലേ. പുള്ളി ആയാലും കൊള്ളാം, മറുകായാലും കൊള്ളാം. പുള്ളി കറണ്ട് ബില്ല് കൊണ്ട് ഷോക്ക് അടിച്ചിരിക്കുക. ഷോക്ക് അടിച്ചാലേ മുളം കമ്പനി അടിക്കണമെന്നാ? ആന്റണിക്ക് ആവുമെങ്കിൽ 2 കൊടുക്കാം. ഷോക്ക് അടിക്കാതിരിക്കുന്ന എങ്ങനെയാണോ അന്തോണി? ആന്റണി ഇലക്ട്രിസിറ്റി ബില്ല് നോക്ക്. $450 ആണ്. 450 ഗുണം 50 27,500 രൂപയാ. ആകാശത്തിൽ പറവകളുടെ വഴിയും പാറമേൽ സർപ്പത്തിന്റെ വഴിയും പുരുഷന് സ്ത്രീയോടുള്ള വഴിയും മാത്രമേ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒന്നുകൂടെ 450 ഗുണം 50 എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ചോദിക്കാം ആന്റണി. പിശുക്കെന്ന് പറഞ്ഞാ പിശുക്ക് വേണ്ട. തലയിരിക്കുമ്പോ വാലാടണ്ട. തലയാടുന്ന താളത്തിന് വാലും കൂടി ആടുമ്പോ കാണാനൊരു രസമുണ്ട്. തള്ളേ, വത്സമ എവിടുന്ന് പഠിച്ചു കോമഡിയൊക്കെ? കോമഡി ക്ലാസ്സിൽ പോകുന്നുണ്ടോ? എടോ അന്തോണി, ആന്റണി ഇത്രയും ഡോളർ നാട്ടിൽ ചെന്ന എത്ര രൂപ കിട്ടുമെന്ന് തനിക്കറിയാവോ? എടോ, അമേരിക്കയിൽ താമസിക്കുന്ന നമ്മൾ എന്തിനാടോ ഈ ബില്ല് കാണുമ്പോഴൊക്കെ നാട്ടിൽ ചെല്ലുന്നത്? എടോ അന്തോണി, ഞാൻ പറഞ്ഞു ആന്റണി. താൻ കുറെ നേരമായാലും ഈ ആന്റണി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. അന്തോണി ആന്റണിയും ഒന്ന് തന്നെയാ. അല്ല, അന്തോണിയും ആന്റണിയുമാകുന്നു. എടോ, ഞാനേ തനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണോ വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നത്? ഞാൻ വിചാരിച്ചു താൻ വിചാരിച്ചു വല്ല കുപ്പിയോ വല്ലോ ആണെന്നല്ലേ. തന്റെ ഈ ഒറ്റ പൈസ പെറുക്കുന്ന പ്രകൃതം കാരണം എവിടെ ഒറ്റ പൈസ കണ്ടാലും ഞാൻ തന്നെ ഓർക്കും, ഞാനത് പെറുക്കും.
ഇവിടെ തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താൻ ഈ നാട്ടിൽ വഴിക്കിട നടക്കുമ്പോഴത്തേക്ക് 50 പൈസ നിലത്ത് കിടന്ന താൻ അതെടുക്കുവോ? അതുപോലെയാണ് ഇത്. 50, 100, 150, 200, 250, 300, 3 രൂപയാ. ഞാൻ വിരല് മുടക്കി തീപ്പെട്ടിക്കള്ളി ഉറയ്ക്കാൻ താൻ തന്നെ മിടുക്കം കറിയാച്ചാ. വെറും കറിയല്ല, സക്കറിയ. വെറും കറിയാ പോരായോ? കറിയാടെ മുമ്പിൽ ഒരു സക്ക് വേണോ? വേണം. ഓക്കെ, എനിക്കൊരു പ്രശ്നവുമില്ല. സക്ക് കറിയ അല്ല, സക്കറിയ. അങ്ങനെയും പറയോ? അങ്ങനെ പറയാവൂ. പരസ്യമ്പോ വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഒരു കാപ്പി ഇറച്ചി തന്നില്ല, വേണമെന്ന് ചോദിച്ചില്ല. കാപ്പി കുടിക്കുന്നോ ചോദിച്ചാൽ കാപ്പി കുടിക്കുന്ന സമയമാണോ ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ മിണ്ടാതിരുന്നു. അതിന് ഇത് ഞാൻ വല്ല കുപ്പിയോടൊപ്പിയോ അല്ലേ എടുത്തോ തരണ്ടായോ? ഒന്നും ഇരിപ്പില്ലടോ. ഇവിടെ ഉണ്ടെങ്കിലും താൻ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. എന്റെ വണ്ടി ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരട്ടോ? ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, നമുക്കൊരെണ്ണം അടിക്കാമല്ലോ. അങ്ങനെ ഇപ്പൊ ഓസിന് അടിക്കണ്ട. എനിക്ക് വേണ്ടിയിട്ടല്ല, തനിക്കൊരു കമ്പനി തരാമല്ലോ എന്ന് വിചാരിച്ച. ഞാൻ തന്റെ വീട്ടിൽ വരുമ്പോൾ താൻ എന്നെ സൽക്കരിച്ചാൽ, താൻ എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെ സൽക്കരിക്കും. കേട്ടോ മിസ്റ്റർ സക്കറിയ പിശുക്ക? ഞാൻ പിശുക്കന, സമ്മതിച്ചു. അതുകൊണ്ടാ എന്റെ കയ്യിൽ 10 കാശുള്ളത്. തന്റെ കയ്യിൽ എന്നാ ഉണ്ടോ സമ്പാദ്യം? എടോ, താൻ ഈ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? താൻ വായിച്ചിട്ടില്ലേ? ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നിട്ടും ദൈവം അവയെ പോറ്റുന്നു. ആകാശത്തിലെ പറവൾക്ക് കാറ് വേണ്ട, പെട്രോള് വേണ്ട, വീട് വേണ്ട, വീടിന്റെ പേയ്മെന്റും ഇല്ല, പിള്ളേർക്ക് സെൽഫോണും മേടിച്ചു കൊടുക്കണ്ട, എന്തിന് ചത്താൽ കുഴിച്ചിടാൻ പോലും കാശ് വേണ്ട. അങ്ങനെയല്ലല്ലോ മനുഷ്യരുടെ കാര്യം. എടോ, അപ്പോ ബില്ലടച്ചു പോയാൽ പോരെ? സമ്പാദിച്ചു കൂട്ടുന്നതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. എടോ, നമ്മുടെ കാലശേഷം പിള്ളേർ അനുഭവിക്കട്ടോ. എടോ, ഇവിടെ ഏത് പിള്ളേർക്കാണോ പേരൻസിന്റെ സമ്പാദ്യം വേണ്ടിയത്? പഠിച്ച ജോലിയായിട്ട് അവരവരുടെ കാര്യം നോക്കി പോകും. എടോ, നമ്മുടെ അപ്പന്മാര് നമുക്ക് വേണ്ടി സമ്പാദിച്ചില്ലേ? അതുപോലെ കരുതിയാ മതി. എടോ, അത് നാട്ടില്. ആ ശീലം ഇവിടെ വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. എടോ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ചെലവാക്കരുത്, ഇലക്ട്രിസിറ്റി ചെലവാക്കരുത്, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി പണം ചെലവാക്കരുത്, അത്രയേ ഉള്ളൂ. ഓ, എന്ത് പറഞ്ഞാലും ചങ്കരം തെങ്ങിൽ തന്നെ. താനൊരു കാര്യം ചെയ്യുക, താൻ ആ തെങ്ങിൽ തന്നെ മുറുകെ പിടിച്ചോടിയിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, താനൊന്നും കേട്ടിട്ടുമില്ല. എന്തിന്? ഞാൻ ഇവിടെ വന്നിട്ടേ ഇല്ല. അപ്പോ ഞാൻ വിടുക. ഹലോ, അതെ, അഡ്മിറ്റ് ആയിട്ട് 2 ദിവസമായി. എന്ത് പറ്റുന്ന ചോദിച്ചാൽ ഒരു കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് പോയി. പ്രഷർ കൂടിപ്പോയെന്നാ പറഞ്ഞത്. ഇപ്പം ഡയബറ്റിക് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ പറയാഞ്ഞിട്ടാണോടി? എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് ചെക്കപ്പ് ചെയ്യാന്. ഇപ്പം ചെക്ക് ചെയ്യാൻ പോയാൽ അവരില്ലാത്ത അസുഖം എല്ലാം ഉണ്ടാക്കും പോലും. ഇപ്പം വിളിച്ചായിരുന്നു ഡിസ്ചാർജ് ചെയ്തെന്നും പറഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ കേട്ടടി. ഓക്കെ, ബൈ. പോയി കുളിക്കരുതോ? ഇത്രയും പ്രായമായിട്ടും കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. പിന്നെ വത്സമേ കുക്കിംഗ് ആയിരുന്നു തോന്നല്ലോ. അതെ എലിയാസേ. ഇരിക്കടോ. ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ ഇറങ്ങ. അല്ല, എന്നാ ഇത്? രണ്ടുപേരുടെ കൊമ്പ് ഓർക്കാൻ ഇവിടെ എന്തുണ്ടായി? ഏലിയാസിന് അറിയാം. ഞാൻ ഈ മനുഷ്യനോട് എത്ര പ്രാവശ്യം പറഞ്ഞു പോയി ഒരു ഫിസിക്കൽ ചെക്കപ്പ് ചെയ്യാന്. അന്നേരം എല്ലാം കാശെന്നും പറഞ്ഞിരിക്കും. ഇപ്പൊ ഒരു കണ്ണിന്റെ കാഴ്ച പോയപ്പോ സമാധാനമായല്ലോ. അതിപ്പോ വരാനുള്ള വഴി തങ്ങോ വത്സമേ? തങ്ങും, വഴി തങ്ങും. ചെയ്യേണ്ടത് അപ്പോൾ ചെയ്താല്. അല്ലെ പിന്നെ ഹോസ്പിറ്റലും മെഡിസിനും ഒന്നും വേണ്ടല്ലോ. അപ്പൊ താൻ ഇയർലി ചെക്കപ്പിനൊന്നും പോവാറില്ലേ? അയ്യോ, കാശ് പോകില്ലേ? എനിക്ക് അസുഖമൊന്നും ഇല്ലടോ. പിന്നെ ചെക്കപ്പിനായിട്ട് ആര് ചെന്നാലും കുറെ സ്കാനിങ്ങും ബ്ലഡ് വർക്കും ഒക്കെ ചെയ്ത് അത് കൂടുതലാണ്, ഇത് കുറവാണെന്നൊക്കെ പറഞ്ഞ് കുറെ കാശ് മേടിക്കും. പിന്നെ ആവശ്യമില്ലാത്ത മരുന്നുകളും തീറ്റിക്കും. കുറേശ്ശെ തിന്നേണ്ടി ഇരുന്ന ഇപ്പൊ ഒരുമിച്ച് തിന്ന.
അതാ പറയുന്നത്, സൂചി കൊണ്ട് എടുക്കേണ്ടത് സൂചി കൊണ്ട് എടുത്തില്ലെങ്കിൽ കോടാലി കൊണ്ട് എടുക്കേണ്ടി വരുമെന്ന്. ബ്ലഡ് പ്രഷർ കൂടിയാല് കിഡ്നിയും കണ്ണും ഒക്കെ പോകുന്ന നിനക്ക് എന്നോട് പറയാൻ മേലായിരുന്നോ? ആണ്ട കിടക്കുന്നു. ഇപ്പം കുറ്റമല്ല എന്റേതായി. എന്തിനും ഏതിനും ആരെയും കുറ്റപ്പെടുത്തണമല്ലോ. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ നോക്കിയാ പോരെ. എന്നാ ശരി, ഞാൻ ഇറങ്ങുകയാണേ. എലിയാസ്, ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ടെന്ന്. താങ്ക്സ് എലിയാസേ. എടി വത്സമേ, മോളാണോ കുളിക്കുന്നത്? അവള് കുളിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഞാൻ വരുമ്പോഴും അവള് കുളിക്കുകയായിരുന്നു. ഈ മാസത്തെ വെള്ളത്തിന്റെ ബില്ല് $125. 125 ഗുണം 125 ഗുണം. നിങ്ങളുടെ നാടിൻ കാര്യം കണ്ടുമടുത്ത് കടതാണ്ടി മറുതീരം തേടി അവരിങ്ങനെ എത്തിയ നേരം അക്കരെ എന്തൊരു ഭേദം, ഇവിടൊളിയമ്പും കുതികാലും മാത്രം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ മറുനാട്ടിൽ പൊടിപൂരം. മൂക്കില്ല നാട്ടിൽ പൊങ്ങച്ചക്കൂട്ടിൽ മുറിമൂക്കൻ രാജൻ വിദേശം വിചിത്രം. വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. അതുല്യമായ രൂപഭംഗിയിൽ നെയ്തെടുത്ത പവിത്രമായ മംഗല്യപ്പട്ടുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. മധ്യ തിരുവിതാംകൂറിൽ 50,000-ലധികം സ്ക്വയർ ഫീറ്റിൽ അപൂർവ സുന്ദരങ്ങളായ സാരികളുമായി ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു. ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല.